തപ്പിക്കൊണ്ടിരിക്കുകയാണ്, ടെൻ്റ് അടിക്കാനുള്ള സ്പോട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഐസാണ് അതിൻ്റെ ഉള്ളുന്നതാ. ഇന്നത്തെ ബ്രഞ്ച് ഇതാക്കാൻ വിചാരിച്ചു. കിട്ടി ഗൈസ്. അപ്പൊ നമുക്ക് സോനാമാർഗിക്ക് 15 കിലോമീറ്ററും കൂടി ഇങ്ങനെ പിടിക്കുമ്പോ ഇതിന് ഷോക്ക് അടിക്കുകയാണ്. മൂൺലൈറ്റ് വാൾനട്ട് ഫഡ്ജ് ഷോപ്പിലെത്തിക്കുകയാണ്. ബൈക്കൊന്ന് തെന്നിയില്ല രീതിക്കാണ്. ഇത് ചളിയും വെള്ളം കൂടിയായിട്ട് നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചാണ് ഓടിക്കണത്. ഈ കൈ കണ്ടങ്ങള് കൈയിന്റെ അവസ്ഥ നല്ല തണുപ്പുണ്ടിട്ടാ. 6 ഡിഗ്രി ചൂടാവൂലല്ലോ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ശ്രീനഗറിലാണ്. ഇവിടെ വരുമ്പോൾ എപ്പോഴും വാൾനട്ട് ഫഡ്ജ് കഴിക്കണം വിചാരിക്കും, പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ വിചാരിച്ചു ഇന്നങ്ങോട്ട് കഴിക്കാം, ഇന്ന് ആഗ്രഹം കണ്ട് ഓക്കെ ആക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളിതാ ഇവിടെ മൂൺലൈറ്റ് വാൾനട്ട് ഫഡ്ജ് ഷോപ്പിലെത്തിക്കുകയാണ്. അപ്പോൾ കയറി കഴിക്കാം. അപ്പോൾ ഗൈസ് നമ്മളും വാങ്ങി വാൾനട്ട് ഫഡ്ജ്. ഇതിന് എന്താ പറയുക, ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പീസ് വാങ്ങി 2ആയിട്ട് കട്ട് ചെയ്തു. ഇത് ഒരു പീസിന് വരുന്നത് 75 രൂപ, 2 പീസിന് 150, ഒരു ബോക്സിന് 250, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റ്. അപ്പം നമ്മൾ ഒരു പീസ് മാത്രം വാങ്ങി. അപ്പം ഇത് കഴിച്ചിട്ട് ബാക്കി പറയാം. അപ്പോൾ നമ്മൾ വാൾനട്ട് ഫഡ്ജൊക്കെ കഴിച്ചു ഇറങ്ങി. നമ്മൾ ലഡാക്ക് പോവുകയാണെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ നമ്മൾ പോണിടത്തോളം പോവുക, അതാണ് നമ്മളിപ്പോഴത്തെ പ്ലാൻ ഉള്ളത്. എവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ക്ഷീണം വരുന്നത് അവിടെ ടെൻ്റ് അടിക്കുക. അങ്ങനെ ഇനി ലഡാക്ക് എത്തുമെന്ന് തന്നെ നമുക്കിപ്പോൾ ഒരു സംശയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ച വാൾനട്ട് ഫഡ്ജിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ മാത്രം അഭിപ്രായമാണ്. എല്ലാവർക്കും ഈ അഭിപ്രായമാണോ അല്ലെന്നുള്ളത് അറിയില്ല. ആ ഒരു ഹൈപ്പിനുള്ളതുണ്ടോ ചോദിച്ചാൽ എനിക്കത്ര ഉള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ അതുമല്ല റേറ്റും കുറച്ച് കൂടുതലാണ്. ഒരു പീസിന് തന്നെ 75 രൂപ പറയുമ്പോൾ അത് കുറച്ച് കൂടുതലായിട്ടൊക്കെ തോന്നി. പിന്നെ എന്താ പറയുക, മറ്റേ വാൾനട്ടിൻ്റെ ടേസ്റ്റ് ഓവറായിട്ട് എടുത്ത് കുത്തണ അങ്ങനത്തെ ഒരു ടേസ്റ്റ്, അത് എനിക്ക് മാത്രമാണോ ഇനി ഇത് കഴിച്ചവർക്കൊക്കെ അങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല. എൻ്റെ മാത്രം ഒപ്പീനിയനാണെന്ന് അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കേട്ടാൽ മനസ്സിലാവുണ്ടാവും എൻ്റെ സൗണ്ടിന് ചെറിയൊരു മാറ്റമുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ ആ ഒരു കോടമഞ്ഞ് നമുക്ക് ചെറുതായിട്ടൊന്ന് പണിയിട്ട്, നമുക്കല്ല എനിക്ക് ചെറുതായിട്ടൊന്ന് പണിയിട്ട് എൻ്റെ സൗണ്ടിനൊക്കെ ചെറിയ മാറ്റം വന്നു. അതുപോലെ മൂക്കിന് ചെറിയ ഒരു ഡിസ്കംഫർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് റെഡി ആവണ വരെ ഇനി ഇതായിരിക്കും എൻ്റെ സൗണ്ട്. നമ്മൾ ഇതാ ലഡാക്കിൻ്റെ ബോർഡ് കണ്ടു തുടങ്ങിയിരിക്കണം. നമ്മൾ ഈ റൈഡിൽ ഫസ്റ്റ് ടൈമാണ് ലഡാക്കിൻ്റെ ബോർഡ് കാണുന്നത്. പിന്നെ ഇന്ന് നമ്മൾ കുക്കിംഗ് ഇല്ല, അതിന് പകരം നമ്മൾ ഫുഡ് കഴിക്കുകയാണ്, പുറത്തുനിന്ന് വാങ്ങി കഴിക്കണം. അപ്പം ഇനി അടുത്തത് ഫുഡ് സ്പോട്ട് തപ്പണം. ഇവിടെ കുറേ സ്ഥലത്ത് ഇങ്ങനെ കാണുന്നുണ്ട്, ഇങ്ങനെ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ ഇന്നത്തെ ബ്രഞ്ച് ഇതാക്കാൻ വിചാരിച്ചു. നമ്മളുടെ ബ്രഞ്ച് കഴിച്ച് നമ്മൾ വീണ്ടും റൈഡ് കണ്ടിന്യൂ ചെയ്തു. ഇനി നമുക്ക് വണ്ടിക്കുള്ള ഇന്ധനം കൊടുക്കണം. നമ്മൾ ഇന്ന് വണ്ടിക്ക് ഇന്ധനം കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇനി അടുത്ത പെട്രോൾ പമ്പ് കയറാം. നമുക്കിനി അടുത്തത് ഒരു പെട്രോൾ പമ്പ് തപ്പണം. അതേപോലെ തന്നെ ഇവിടെ കാശ്മീരികളുടെ റൊട്ടിൻ്റെ ഷോപ്പ് ഉണ്ടെങ്കിൽ അതിന്ന് കുറച്ച് റൊട്ടി വാങ്ങണം. ഇതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്ലാന്. കാരണം നമുക്ക് റൊട്ടി ഇനി നമ്മൾ ബ്രെഡ് കഴിക്കണ പോലെ എടുത്ത് വെച്ച് കഴിക്കാൻ പറ്റും. ഒരു 4 ദിവസമൊക്കെ നിൽക്കും. നമ്മളിതാ ഈ റൊട്ടി ഇവിടെ വാങ്ങണം. ആളിവിടെ ഒക്കെ സെറ്റാക്കി. जब खाओगे ना फिर निकालना, फिर इसको फिर से बंद करना. हाँ हाँ ओके. കിട്ടി ഗൈസ്. ഈ റൊട്ടി എന്തിനാ വാങ്ങിക്കണ അറിയോ? ഈ റൊട്ടി നമുക്ക് വിശക്കുമ്പോൾ കഴിക്കാൻ, അതേപോലെ തന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് റൊട്ടി കഴിക്കാൻ വിചാരിച്ച് 2 ദിവസം. അപ്പോൾ അതിനു വേണ്ടി വാങ്ങിയതാണ്. അപ്പം നമ്മളെ പ്ലാനിലുള്ള ഒരു കാര്യം കഴിഞ്ഞു, റൊട്ടി വാങ്ങൽ കഴിഞ്ഞു. ഇനി ആദ്യത്തെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, പെട്രോൾ അടിക്കുക. ഇനി അടുത്ത് പെട്രോൾ അടിക്കാനുള്ള പമ്പ് നോക്കണം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ എണ്ണടിക്കലാണ്. पेट्रोल फुल जीरो चेक. I think 400 or 500. 400 or 500 full. അപ്പോൾ നമ്മൾ അവിടുന്ന് പെട്രോളൊക്കെ അടിച്ചു പോന്നു. ഇനി നമ്മൾ നേരെ എവിടേക്കെങ്കിലൊക്കെ എത്തണമല്ലോ അല്ലേ? അപ്പോൾ അവിടേക്ക്
ആ വീടൊന്ന് നോക്ക്, നല്ല ഭംഗിയില്ലേ? അപ്പോത്തിന് പോയി. ഇന്ന് മഴക്ക് നല്ല ചാൻസ് ഉണ്ട് തോന്നുന്നു. കാരണം അവിടെ ആ മലൻ്റെ മുകളിലൊക്കെ നോക്കി ചെറിയൊരു കോടമഞ്ഞ് പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് മഴയ്ക്ക് ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, വെതറിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നൊരു 25% മഴ ഉണ്ടാവുമെന്ന്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ പുഴക്ക് ആകെ വറ്റി വരണ്ട് കിടക്കായിരുന്നു. അപ്പോൾ അതാ കുറച്ചൊക്കെ വെള്ളം കാണുന്നുണ്ട്. പിന്നെ യാത്രയിലില്ലേ, യാത്ര അടിപൊളിയാണ്. ഇടയ്ക്കിടയ്ക്ക് യാത്രകളൊക്കെ പോകണം. കാരണം യാത്ര പോകുമ്പോൾ നമുക്ക് അറിയാത്ത പല സ്ഥലങ്ങളും അറിയാത്ത പല കൾച്ചറും പിന്നെ അറിയാത്ത ഭാഷയിൽ അറിയാത്ത ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, അതൊരു വേറെ തന്നെയാണ്. നമ്മളിപ്പോൾ ഇതാ ഏതോ ഒരു ടൗണിൽ എത്തിയിട്ടുണ്ട്. ഒരു ടൗണിൽ കൂടെ നമ്മളിപ്പോൾ ഇതാ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ അധികം ഹൈവേയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഏതോ ഒരു ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോവാണ്. നമ്മൾ ഇനിയിപ്പോൾ പോവാൻ പോണത് സോനമർഗക്കാണ്. ഇനി ഇവിടുന്ന് കുറച്ചധികം ലോങ് പോവാനുണ്ട്. പക്ഷെ ഇന്നാണെങ്കിൽ നല്ല മഴ വരുന്ന പോലത്തെ ഒരു ക്ലൈമറ്റാണ് ഉള്ളത്. പിന്നെ വെതറിൻ്റെ ഇതിലും പറഞ്ഞിട്ടുണ്ട് മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. നമുക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ കിട്ടലില്ല. ഗുജറാത്ത് വരെ എന്തോ മഴ ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് മഴ കിട്ടലില്ല. നമ്മൾ നല്ല സുഖത്തിൽ വെയിലും കൊണ്ടാണ് വരലുള്ളത്. പക്ഷേ ഇന്ന് മഴ ഉണ്ടെങ്കിൽ ആകെ ചടക്കും. അപ്പം നമുക്ക് സോനാമർഗ് 15 കിലോമീറ്ററും കൂടെ ഉള്ളു. കാർഗിൽക്കാണെങ്കിൽ 135. നമ്മളിന്ന് കാർഗിൽ അല്ലെങ്കിൽ ദ്രാസ് വില്ലേജ് പിടിക്കും. നമ്മളിപ്പോൾ സോനമർഗ് ടണൽ കയറി ഇറങ്ങി. ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ടണലിലുള്ള എടുത്ത ഫുള്ള് വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ പുതിയ ടണൽ ഓപ്പൺ ആണ്. നമ്മളിപ്പോൾ അത് കയറി ഇറങ്ങി ഇപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോനമർഗക്ക് ഇനി ഒരു കിലോമീറ്ററും കൂടി ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഫുള്ള് കുണ്ടും കുഴിയൊക്കെ ആയിട്ട് കുറേ ലോങ് വന്ന ഫീലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ ടണൽ കയറിയതുകൊണ്ട് പെട്ടെന്ന് എത്തിയ പോലത്തെ ഒരു ഫീലാണ്. കുറേ സമയവും കുറേ കിലോമീറ്ററൊക്കെ നമുക്ക് ലാഭമായി. കുറച്ച് നേരമായിട്ട് ഇതാ ഇങ്ങനത്തെ വഴി കൂടിയാണ് പോണത്. അതും ഒരു ലോറിൻ്റെ ബാക്കിൽ പെട്ട് പോവാണ്. സ്ഥലങ്ങൾ മാറിത്തുടങ്ങി ഗൈസ്. ഓരോ സ്ഥലങ്ങളും നല്ല നല്ല ഭംഗിയുള്ളതായി വരുന്നോണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ 2 സൈഡും പച്ചപ്പും അതിൻ്റെ നടുക്ക് കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ റോഡ് കുറേ ലോറികൾ വരുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് ഓപ്പോസിറ്റേക്ക് പോകുന്നുണ്ട്. അതേപോലെ നമ്മളെ ഫ്രണ്ടിൽ ഇത്രയും നേരം കുറേ ലോറികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലെത്തിയപ്പോഴാണ് വീണ്ടും നമ്മൾ വീഡിയോ ഓണാക്കിയത്. ഇവിടെ കുറേ പോലീസുകാരൊക്കെ ഉണ്ട്. എന്തോ ഹൈ സെക്യൂരിറ്റിയാണ് കൊടുക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് നോക്കി, നിങ്ങൾ ഈ സൈഡിലേക്ക് നോക്കി, ഈ ഒരു സീനറി എങ്ങനെ ഉണ്ട്, അടിപൊളിയല്ലേ? ഞാൻ കുറേ നേരം ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കായിരുന്നു. തുടങ്ങട്ടോ, അല്ലെങ്കിൽ 6 ആയാലും വേഗം. നമ്മളിപ്പോൾ കുറേ നേരമായിട്ട് ഇതാ ഇങ്ങനത്തെ വഴി കൂടിയാണ് വരുന്നത്. ചളിയും വെള്ളവും കൂടിയായിട്ട് നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചാണ് ഓടിക്കണത്. ബൈക്കൊന്ന് തെന്നിയില്ല എന്നുള്ള രീതിക്കാണ്. ബൈക്കൊന്ന് തെന്നിയിട്ടുണ്ടെങ്കിൽ ഇതാ അപ്പുറത്ത് കിടക്കും. അവിടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട.
നല്ല കാറ്റും ഉണ്ട്, മഴ തുള്ളിയിടുന്നുണ്ട്. സത്യത്തിൽ മഴ പെയ്യാണ്ടിരിക്കുകയാണ് നമുക്ക് നല്ലത്. കാരണം റൂട്ട് നല്ല ഡേഞ്ചറാണ്. ഈ മഴയും കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെത്തുന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. പക്ഷേ ഇത് നല്ല ഡേഞ്ചർ ആണെങ്കിലും ആ ഭംഗി ഒന്ന് നോക്കി, ആ ഭംഗി കാണുമ്പോൾ നമ്മൾ ഈ ഡേഞ്ചറൊക്കെ മറക്കുകയാണ്. ഈ റോഡിൽ വേറൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അപ്പുറത്തെ സൈഡിൽ ഒരു തടയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ലോറിക്കാർ നമ്മൾ ബൈക്കുകാരെ തീരെ പരിഗണിക്കണില്ല. നമ്മൾ ബൈക്കുകാർക്ക് ഈ റോട്ടിൽ കൂടി പോവാന്ന് പോലെ ഒരു ചിന്തിക്കണില്ല. ഒരു വലിയ ലോറിക്കാരാണെന്നുള്ള രീതിക്ക് നല്ല സ്പേസൊക്കെ എടുത്തുകാണ്ട് നമ്മളെ ഈ സൈഡിലേക്ക് വരെ വന്നുകാണ്ട് അങ്ങനെയൊക്കെയാണ് പോണത്. സത്യം പറഞ്ഞാൽ നല്ല ഡേഞ്ചറാണത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നിന്നായിരുന്നു ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ക്ലൈമറ്റും ഇന്നത്തെ ക്ലൈമറ്റും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇവിടുന്ന് ഇതാ കല്യാണം ഇങ്ങനെ ഒഴുകി വന്ന് വീണുണ്ട്. ഇത് കണ്ട കൈ ഐസാണ്. ഇത് മൊത്തത്തില് ഐസാണ്. അതിൻ്റെ ഉള്ളിൽ പുക പോണ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. വെള്ളതങ്ങനെ ഒഴിച്ചൊഴിച്ച് പോകണ്ട്. സീന് ക്ലൈമറ്റ്. ഈ ഒരു സ്റ്റോറി ഈ ഒരു സ്പോട്ട് അധികം ആൾക്കാരുടെ സ്റ്റോറിയിലും കാണുന്നുണ്ടാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കും അറിയില്ല. എനിക്ക് തോന്നുന്നു സോജിൽ എത്രേൻ്റെ മുന്നുള്ള ആ ഒരു ഇങ്ങനത്തെ ഒരു ഭംഗി ആയതുകൊണ്ടായിരിക്കും. ഇത് തണുത്തിട്ട് പറയാനൊന്നും വയ്ക്കണില്ല. കൈ കണ്ടങ്ങള് കൈയിൻ്റെ അവസ്ഥ ആകെ പരിതാപകരാണ്. ഇങ്ങനെ ആക്കാൻ വരെ ബുദ്ധിമുട്ടാണ്. സീനാണ്. ഇത് കണ്ടോ? ഇതൊക്കെ ഐസാണ്. നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ലേ, ആ ഐസാണ് ഇതൊക്കെ. എന്ത് ചെയ്യുമ്പോ തണുക്കണുണ്ടോ? ഡ്രൈവർക്ക് തണുക്കുന്നുണ്ടോ? നല്ല ചൂടാണോ ഗൈസ്? അപ്പൊ നമ്മള് സക്സസ്ഫുള്ളി ഗൈസ് ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോ അതിന് ഷോക്ക് അടിക്കണേ. എന്റെ കയ്യിന്റെ അവസ്ഥ നോക്ക്. എന്താ കയ്യില്ല ഇവിടെ. ഇതാരുടെ കൈ അറിയോ? ഇതിൻ്റെതല്ല. എനിക്ക് ഇങ്ങനെ ഒരു കയ്യില്ല ഇവിടെ. ഞാൻ വെക്കാൻ പോയി തന്നെ വർത്താനം കേട്ടിട്ട്. എനിക്കൊന്നും ഉള്ളത്തെ ഷോക്ക് അടിക്കണതില്ലേ? ഈ അവസരത്തിൽ എന്താ പറയാനുള്ളത് താങ്കൾക്ക്? അതെന്താ ഒന്നും പറയാനില്ലാത്ത? ഞാനെന്താ ഓഫാക്കാത്ത അറിയോ? സ്റ്റാർട്ടാക്കാൻ വയ്യ, അതിനുള്ള അവധില്ല.
നമ്മളെ വണ്ടി ഇതാ ജോജിന്റെ കിടക്കി. ഓ വീഡിയോ ഒന്നും എടുക്കാൻ കഴിയണില്ല വരച്ചിട്ട്. ഇങ്ങോട്ടാ മതി വരച്ചിട്ട് വീഡിയോയില് വിറയിൽ വരുന്നേ. സാരിലിട്ടോ അതേ നടക്കുള്ളൂ. ശരിയാണല്ലേ? അതോ കടന്ന് വെച്ചാല് കറക്റ്റ് വീഡിയോയും കിട്ടും. എന്താ ചെയ്യ ചെയ്താണോ? അപ്പോൾ നമ്മളിതാ കുറേ നേരത്തെ റൈഡിന് ശേഷം നമ്മളിപ്പോൾ നല്ലൊരു ഇതിലേക്ക് എത്തിക്കണ്. കാരണം ആ ക്ലൈമറ്റൊക്കെ നന്നായിട്ട് ചേഞ്ചായി. ഇപ്പോൾ ദാ ഈ ക്ലൈമറ്റാണ് കുറച്ചൊരു ചൂടല്ല, കുറച്ചൊരു വെയിൽ പോലത്തെ അങ്ങനത്തെ ഒരു ഇത്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരുന്നു. സംഭവം മഞ്ഞൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നല്ല കാറ്റ്, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. സംസാരിക്കാൻ കഴിയണില്ലായിരുന്നു. പിന്നെ ഫോണും തന്നെ ഹാങ് ആയിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മൾ ഫോണൊക്കെ എടുത്തു വെച്ചു. അപ്പോൾ ദാ ഇങ്ങനത്തെ ഒരു സ്ഥലത്തെത്തി. നമ്മൾ ഈ പാലം കടന്നു പോയതായിരുന്നു. പക്ഷെ ഈ ആളുകൾ വരുന്നതും ഓരങ്ങനെ കൊണ്ടുപോകണം കണ്ടപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഒന്നും കൂടി തിരിച്ച് വീട്ടിൽ വന്നു. വെൽക്കം ടൂറിസം ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് കാർഗിൽ. നമ്മൾ കാർഗിലെത്തി. നമ്മൾ സോജില്ലയും സോനാമാർഗും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റ് കാർഗിലെത്തി. നമ്മളെ വണ്ടി ഇവിടെ നിർത്തി. നമ്മളെന്താ ഞാൻ ഷോപ്പിൽ പോയിട്ട് ചായ സമോസ കഴിക്കാൻ പോവാണ്. അതിൻ്റെ അടുത്ത് കുക്കിംഗ് ഒന്നും വയ്ക്കണില്ല. അതിൻ്റെ അടുത്ത് നമുക്കിതാ ഇവിടെ കുറച്ച് റൈഡേഴ്സിനെ കണ്ടോ. ഇവിടെ കുറച്ച് റൈഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പോയിട്ട് ഉള്ളിലെന്താ ഉള്ളിൽ കയറാം. ഇവിടെ കുറെ സാധനങ്ങളുണ്ട്, എല്ലാതും ഉണ്ട്, ഒന്നിനൊരു കുറവില്ല. വാവ്, ഇത് നൈസ്. ആ അടിപൊളിയല്ലേ? ചായ കുടിച്ച് വന്നിട്ട് ഇറങ്ങിയപ്പോത്തിന് ഇവിടെ ക്ലൈമറ്റ് മാറി ഗൈസ്. ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. ഈ ഒരു ഫ്രെയിം നോക്കി നല്ല ഭംഗിയില്ലേ? ശരിക്കും ഈ ഒരു ഗെയിമിലൊക്കെ ഉണ്ടാവണ അങ്ങനത്തെ സ്ഥലങ്ങൾ, റേസിങ്ങിന്റെ ഗെയിമിൽ ഉണ്ടാവുന്ന സ്ഥലങ്ങൾ പോലല്ലേ? ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും ദിവസം വിചാരിച്ചിരുന്നത് 2 ദിവസം കൊണ്ട് എങ്ങനെയെങ്കിലും ലഡാക്ക് പിടിക്കാമെന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ വിചാരിക്കുക
എവിടെയാണോ നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഒരു വില്ലേജൊക്കെ കാണുന്നത്, അപ്പോൾ അവിടെ കയറി ചെന്ന് അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് ഒന്ന് ടെൻ്റൊക്കെ അടിച്ചന്ന് അവിടെ നിന്ന് അങ്ങനെയൊക്കെ പോവാം. എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് പോവാം. എപ്പോഴാണോ എത്തുന്നത് അപ്പോൾ എത്താൻ വിചാരിച്ചു. അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ ടെൻ്റ് അടിക്കൽ ഇവിടെ ഏതെങ്കിലും നല്ല അടിപൊളി വില്ലേജിലാക്കാം. ഗൈസ്, ഇവിടെ ഇപ്പോൾ വില്ലേജ് പോയിട്ട് ഒരു മനുഷ്യന്മാരെ പോലും കാണാൻ കിട്ടിയത് നമ്മൾ കുറേ നേരമായി വില്ലേജ് തപ്പി ഇങ്ങനെ നോക്കി നിൽക്കണേ. ഇവിടെ വില്ലേജ് ഒന്നും കാണാനില്ല. നമ്മൾ ഇന്നിപ്പം ഇനി എവിടെയാണ് സ്റ്റേ അടിക്കുക എന്നുള്ളത് അറിയില്ല. നമ്മളിപ്പോൾ ഇതാ കുറേ നേരത്തെ റൈഡിന് ശേഷം നമുക്കൊരു അടിപൊളി വില്ലേജ് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഏതാ വില്ലേജ് ഒന്നും അറിയില്ല. ഒന്നെങ്കിൽ കാർഗിലാവും അല്ലെങ്കിൽ ദ്രാസാവും. ഏതായാലും നമുക്കിന്ന് ഇവിടെ സ്റ്റേ. നിങ്ങൾ ഈ ഫ്രെയിമൊക്കെ ഒന്ന് നോക്കി. ഇതിൽ ഒരു എന്താ പറയുക ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല, എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇതിങ്ങനെ ഒറിജിനലായിട്ട് തന്നെ ഇടുന്നത്. ആ സ്കൈ ഒക്കെ ഒന്ന് നോക്കി, നല്ല ബ്ലൂ സ്കൈ, വൈറ്റും ബ്ലൂ ഒക്കെ ആയിട്ടുള്ള സ്കൈയും ഭയങ്കര ഭംഗിയില്ല ഈ ഒരു ഫ്രെയിമിന്. ഇത് നോക്ക്. മോഹൻലാലിൻ്റെ ഡയലോഗിന് പകരം ഇവിടെ സമയം കൂടുന്തോറും ഇവിടുത്തെ സ്കൈയും ഇവിടുത്തെ ഈ ഒരു ഇതൊക്കെ നല്ല ഭംഗി കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. മോഹൻലാൽ പറയില്ലേ, ഉയരങ്ങൾ കൂടുന്തോറും ചായക്കുള്ള സ്വാദ് കൂടും, അതേപോലത്തെ ഒരു ഡയലോഗാണിത്. നല്ല ഭംഗിയുണ്ട്. എങ്ങനെ വർണ്ണിച്ചാലും ഇതിന് മതി വരുന്നില്ല, അത്രയും ഭംഗിയുണ്ട്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്, എത്രത്തോളം ഭംഗി കിട്ടുന്നുണ്ട് അറിയില്ല. പക്ഷെ കണ്ണോണ്ട് കാണുമ്പോൾ ശരിക്കൊരു മിറാക്കിൾ പോലെ തോന്നുന്നുണ്ട്. നമ്മളിവിടെ ഫുള്ള് ടൗൺ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അടിപൊളി സ്പോട്ടും കാര്യങ്ങളും നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മളിവിടെ ഒരാളോട് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ട് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. നല്ലൊരു ഭംഗിയില്ലേ ഈ ഒരു റോഡും ഈ ഒരു സൈഡിലുള്ള വീടും ഒക്കെ കാണാൻ. പിന്നെ സ്കൈ ആണ് അതിനേക്കാളും ഭംഗി. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം ആയതുകൊണ്ടായിരിക്കും ഇത്ര ഭംഗി ഉണ്ടാവുക. ഭംഗിയുള്ളത് നല്ല ഭംഗിയുണ്ട്. നല്ല പച്ചപ്പും നല്ലൊരു എന്താ പറയുക, എന്താ വർണ്ണിക്കാൻ കിട്ടണില്ല സത്യത്തിൽ. അത്രയും ഭംഗിയുണ്ട് കണ്ണോണ്ട് കാണുമ്പോൾ. ഇനി വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല കേട്ടോ, കാരണം ഞാൻ നോക്കണില്ല ഇതിൽ. നമ്മളിപ്പോൾ താഴേന്ന് മുകൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിന്ന ആ ഒരു ടൗണും കാര്യങ്ങളുമാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ ഇനി മുകൾക്ക് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതാ നല്ല സ്പോട്ട് കാണുന്നത് അവിടെ ടെൻ്റ് അടിക്കുക, അതാ നമ്മളുടെ ഒരു ഇത്. നമ്മളിപ്പോൾ കുറേ ആയി കയറാൻ തുടങ്ങിയിട്ട്, കയറിയിട്ടും എത്തണില്ല. എത്ര കയറിയിട്ടും എത്തണില്ല. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടെൻ്റ് അടിക്കാൻ പറ്റിയൊരു സ്പോട്ട് കിട്ടണില്ല. ഇവിടെ ഫുള്ള് ഇങ്ങനെ കയറ്റ ഇറക്കാം അങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ട്. നല്ല അടിപൊളി വില്ലേജ്, നല്ല ഭംഗിയുണ്ട്. പക്ഷേ നമ്മൾ ടെൻ്റ് അടിക്കാനുള്ള സ്പോട്ട് നോക്കുമ്പോഴൊക്കെ അവിടെ ഇങ്ങനെ കൃഷിയായിട്ടും വലിയ വലിയ പുല്ലായിട്ടൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കണോണ്ട് നമ്മൾ അതിന് വേണ്ടിയുള്ള സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ടെൻ്റ് അടിക്കാനുള്ള സ്പോട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്പോട്ട് കാണിച്ചു തരാൻ പറഞ്ഞ ആളാണ് ഇതാ ഫ്രണ്ട് പോണത്. ആളോട് നമ്മൾ ചോദിച്ചു ബൈക്ക് പോവാ, ഞാൻ അവിടെ നിന്നോളാന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു വേണ്ട, ഇതിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഇന്ന് നടന്നിട്ടാണ് വരലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ അതാ ആള് നമുക്ക് സ്പോട്ട് കാണിച്ചു തരാറിഞ്ഞിട്ട് ആൾ ആ സ്പോട്ടിൻ്റെ അടുത്തേക്ക് വരികയാണ്. നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വരി പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് നമ്മളെ ഈ ആളാണ് ഹെൽപ്പ് ചെയ്യണത്. ആളിവിടെ എവിടെ ടെൻ്റ് അടിക്കാന്നാ പറഞ്ഞത്. ഇവിടെ അടുത്തൊക്കെ വെള്ളമൊക്കെ ഉണ്ട്, ഒരു സീനില്ല. കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ നിങ്ങൾ അവിടെ താഴ്ന്ന് വാങ്ങിക്കളിന്നാ പറഞ്ഞിരുന്നത്. നമ്മള് കുറച്ച് മുട്ട അങ്ങനത്തെ പ്രോട്ടീൻ ഐറ്റംസ് ഇനി ഇടാതെ കയറും, പ്രശ്നം ഉണ്ടാകാൻ വെക്കാൻ. ആ ഇവിടെ കുഴപ്പമുണ്ടല്ലോ. ആ
ठीक है ना, इसे यहाँ पे पानी नजदीक है इसलिए मैं इधर लाया आपको। അങ്ങനെ ഇവിടെ അടിച്ചാലോ? ഇവിടെ അതാണ് ആദ്യം വ്യൂ ഉണ്ടാവൂലേ, ആ അവിടെ അടിക്കല്ലേ? क्या है? हाँ, जहाँ पे आपको अच्छा लगता है वहीं पे स्टे करो। गाड़ी किधर? गाड़ी उधर अंदर ले लो, कोई दिक्कत नहीं। अंदर में हाँ അപ്പൊ ഉള്ളിൽ എടുക്കാം. അത് അവസ്ഥ പോകില്ല. പോല അവിടെ റോഡ് സൈഡിലോ? ആ റോഡ് സൈഡിൽ ഇഞ്ചി കൂടി എടുക്കാൻ പറ്റുന്ന ആള് പറഞ്ഞേ. ഓ ബുദ്ധിമുട്ടാവൂലേ? നോ പ്രോബ്ലം ഇധർ സേ हाँ 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 നമ്മളിതാ അവിടെ ഉണ്ടല്ലോ റോഡ് സൈഡിൽ. ആ ആ നമ്മളിതാ നമ്മളെ വണ്ടി പാർക്കാക്കാണ്. മൂപ്പര് വന്ന് നമ്മളിവിടെ എവിടെ വേണമെങ്കിലും അടിച്ചോടി, ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മളിതാ ഇവിടെയാണ് എടുക്കാൻ പോണ്. അടിപൊളിയാവൂലേ? ഈവനിങ് ആയതുകൊണ്ട് വലിയൊരു ഇതൊന്നും കാണില്ല, പക്ഷേ മോർണിംഗ് സീനാവുന്ന തോന്നുന്നു. കറച്ചിട്ടാണെങ്കിൽ പറയാൻ കഴിയുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. വണ്ടിയുടെ സെറ്റായി. നമ്മളിതാ ഇവിടെ ടെൻ്റടിക്കാൻ പോകുന്നത്. ആ ടെൻറ്റിൻ്റെ വ്യൂ ആയിരിക്കും അത്. അടിപൊളിയോ. അപ്പോൾ നമ്മളുടെ ഇത് മാറ്റി ഒന്നും കൂടി അപ്പോൾ നമ്മൾ ഇതാ അവിടെ കൂടി ഇറക്കിയിട്ട് അവിടെ ഉള്ളിലിടാന്നുള്ള പ്ലാനിങ് ആണ്. ആരപ്പത്? എന്താ പരിപാടി? ഒന്നുമില്ല, ഏ ചെറുതായിട്ടൊന്ന് കെടുക്കാൻ നോക്കായിരുന്നു. ഓഹോ, നല്ല തണുപ്പുണ്ട് ട്ടോ. 6 ഡിഗ്രി പിന്നെ ചൂടാവൂലല്ലോ. നോക്കെ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട് ഗൈസ്. ഏസിയിലിട്ടായിരിക്കും നോച്ചോ. എന്താണ് കഴിയാൻ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ടെൻ്റ് അടിച്ച് നമുക്ക് നേരത്തെ കാണിച്ചു തന്ന ആ ചേട്ടനായിരുന്നു നമുക്ക് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തന്നത്. ഇപ്പോൾ അതവിടെ ബാക്കിയുള്ള ഒരു വീട്ടിൽ ആ ആള് പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ആളും വന്നിട്ടുണ്ടായിരുന്നു ബാക്കിലുള്ള വീട്ടിലത്തെ. എന്നിട്ട് പറഞ്ഞ് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നമ്പറൊക്കെ തന്നിട്ടുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിച്ചോളി, ഡോണ്ട് വറി എന്നൊക്കെ പറഞ്ഞ് ആള് പോയി. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ടെൻ്റൊക്കെ അടിച്ച് വെള്ളമൊക്കെ എടുത്ത് വന്ന് ഇനി നമ്മൾ കുറച്ച് പഴങ്ങൾ വാങ്ങിയിട്ടുണ്ട്, പ്ലംസും കാര്യങ്ങളൊക്കെ താഴത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് നേരെ ഉറങ്ങണം. നല്ല തണുപ്പുണ്ട് ഇപ്പോൾ ഇവിടെ. എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ 6 ഡിഗ്രിയാണ് ഇവിടുത്തെ തണുപ്പ്. കുറച്ച് അൺസൈക്കബിളായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ ഈ സ്ലീപ്പിംഗ് ബാഗ് ഉള്ളതാണ് ഏക ആശ്വാസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇനി ബാക്കി വ്യൂവും കാര്യങ്ങളൊക്കെ നാളെ കാണിച്ചു തരാം. നാളെ രാവിലെ ഇതിനെക്കാട്ടി അടിപൊളിയാന്ന് വിചാരിക്കുന്നുണ്ട്. നാളെ സൺറൈസിൻ്റെ ടൈമിൽ തന്നെ എണീക്കണോ, അലാറൊക്കെ വെച്ചിട്ടൊക്കെ എടുക്കാൻ നിൽക്കണത്. ഇനി ക്ഷീണം കൊണ്ട് ഉറങ്ങി പോവോ അറിയില്ല. എന്തായാലും നാളത്തെ വ്യൂ നാളെ മോർണിംഗ് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രക്കുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.